ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആൻഡ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ്. സപ്പോസ് നിങ്ങൾ മണിക്കൂറിൽ 5000 രൂപ ജനറേറ്റ് ചെയ്യാൻ കഴിവുള്ള ആളെന്ന് വിചാരിക്കുക. പക്ഷെ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ജോലിക്ക് മണിക്കൂറിൽ 500 രൂപയാണ് നിങ്ങൾ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വരുത്തി വയ്ക്കുന്ന നഷ്ടം എന്ന് പറയുന്നത് 4500 രൂപയാണ്. സിംപ്ലി പറഞ്ഞാൽ ഇതാണ് നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ഒരു സ്ഥാപനം തുടങ്ങിയെന്ന് വിചാരിക്കുക. ഇവിടെ ഒരുപാട് തരത്തിലുള്ള ജോലികൾ ഉണ്ടാവും. എല്ലാ ജോലികളും നിങ്ങൾക്ക് അറിയുന്നതുമായിരിക്കും. പക്ഷേ എല്ലാ ജോലികളും ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് ഏറ്റവും എഫിഷ്യൻ്റായി ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രൊഡക്റ്റീവായ ഒരു ജോലി മാത്രം തിരഞ്ഞെടുക്കുന്നു. ഇതാണ് നിങ്ങളുടെ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള ജോലികളെല്ലാം നിങ്ങൾ ഔട്ട്സോഴ്സ് ചെയ്ത് കൊടുക്കുന്നു. ഇതുവഴി നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കൂടുതലായി ഒന്നിലേക്ക് മാത്രമായിട്ട് ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നു. ലോകത്തുള്ള കമ്പനികളും രാജ്യങ്ങളുമെല്ലാം പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു തിയറിയുടെ അടിസ്ഥാനത്തിലാണ്. ഉദാഹരണത്തിന് ആപ്പിൾ അവരുടെ ഐഫോൺ നിർമ്മാണം നടത്തുന്നത് ചൈനയിലാണ്, എന്നാൽ അവരുടെ ഡിസൈൻ ചെയ്യുന്നത് അമേരിക്കയിലും. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ്. ഈ ആപ്പിൾ അവരുടെ ഫോൺ നിർമ്മാണം അമേരിക്കയിൽ ചെയ്യാൻ അറിയാത്തതുകൊണ്ടല്ല, എന്നാൽ അമേരിക്കയിലാണ് അവർ ഈ പ്രൊഡക്ഷൻ നടത്തുന്നതെങ്കിൽ അവരുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് വളരെയധികം കൂടുതലായിരിക്കും. ഇവർ 1 ലക്ഷം രൂപയ്ക്ക് ഇന്ന് വിൽക്കുന്ന ഐഫോണുകൾ 2 ലക്ഷം രൂപയിലധികം വിലയ്ക്ക് വിൽക്കേണ്ടി വരും. ഇവിടെ ആപ്പിൾ അവരുടെ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ശ്രദ്ധിക്കുന്നു. ഡിസൈൻ ഏറ്റവും നന്നായി ചെയ്യാനാവുന്നത് അമേരിക്കയിലും പ്രൊഡക്ഷൻ ഏറ്റവും കുറഞ്ഞ കോസ്റ്റിൽ ചെയ്യാനാവുന്നത് ചൈനയിലുമാണെന്ന് അവർ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്നു. നമ്മുടെ ജീവിതത്തിലായാലും ബിസിനസ്സിലായാലും നമുക്കും ഇതുപോലെ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് കണ്ടെത്തി മിനിമം ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കണ്ടെത്തി ജീവിക്കാൻ സാധിക്കും. എല്ലാം ചെയ്യാനല്ല, നമുക്കുള്ള ഓപ്ഷനുകളിൽ ഏറ്റവും മികച്ചത് മാത്രം തിരഞ്ഞെടുത്ത് അതിൽ കൂടുതൽ പ്രൊഡക്ടിവിറ്റി കണ്ടെത്തുകയാണ് നമ്മൾ ചെയ്യേണ്ടത്.